Welcome to day 4 of your Open English class. My name is Sebastian and ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് is talking about now. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ and we will also look at എങ്ങനെ നമുക്ക് ഓരോ സംഗതികൾ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളത് ബിക്കോസ് ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പൊ നമുക്ക് ഫോണിൽ കൂടെ ആരുടെങ്കിലും അടുത്തൊന്ന് പറഞ്ഞു കൊടുക്കണം, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താണ്, അതിൻ്റെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുക, നമുക്കതിനെ കണ്ട് വിവരിക്കാനായിട്ട് സാധിക്കുക. നമ്മൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ വിവരിക്കും അല്ലേ. ഒന്ന്, നമുക്ക് തൊടാനും നമ്മുടെ തൊട്ട് മുന്നിൽ കാണാനും കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് വിവരിക്കുക. മറ്റൊന്ന് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സംഗതികൾ. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മുന്നിലില്ല, നമുക്കതിനെ കാണാനോ തൊടാനോ ഫീൽ ചെയ്യാനോ കഴിയില്ല. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഒരുപക്ഷെ നമുക്ക് ഉള്ള ഒരു ഐഡിയ ആകാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാകാം, അല്ലെ സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാകാം. അതൊക്കെയാണ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ മുന്നിൽ കണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കാം. സോ ബിഫോർ ഡൂയിങ് ദാറ്റ് ലെറ്റ് us see ഇന്ന് എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. Alright, so we will learn how to talk about what you do every day. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഒന്ന് ഡിസ്കസ് ചെയ്തതാ. പക്ഷേ ഇവിടെയും കൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിലൊന്നും കൂടെ ടച്ച് അപ്പ് ഓൺ ചെയ്യാം. കാരണം നമ്മളിവിടെ ആ ഒരു രണ്ട് ടൈപ്പ് സെന്റൻസിന്റെ ഡിഫറൻസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ദെൻ വി വിൽ മൂവ് ഓൺ ടു how to say what you are doing right now. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പറയാം. ആൻഡ് how to describe the things around you. നമ്മുടെ ചുറ്റാകെ നമ്മൾ കാണുന്ന സാധനങ്ങൾ, സംഗതികൾ, ഇതിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെയിലി ആക്ഷൻസ് ആൻഡ് കറന്റ് ആക്ഷൻസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാകാം. കാരണം ഇത് പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ സ്പെസിഫിക്കലി ഞാൻ മലയാളികളുടെ ഇടയിലാണ് ഇത് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ING എന്ന് കൂട്ടി നമുക്കങ്ങ് പറയുന്നത് ഭയങ്കര ഒരു സൗകര്യമാണ്. റൈറ്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ റൈറ്റിംഗ് എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടെ ഒരൊറ്റ ക്ലാസ്സിൽ എടുത്തത്. സോ വി സീ ദ ഡിഫറൻസ് വെരി ക്ലിയർലി. അത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ആൻഡ് വി വിൽ ഓൾസോ ബിൽഡ് കോൺഫിഡൻസ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് സ്പീക്കിംഗ്. എപ്പോഴും നമുക്ക് അതാണ് വേണ്ടത്. ഓരോ ക്ലാസ്സിൽ നിന്ന് ഒരു പുതിയ ലേണിംഗ് നമുക്കുണ്ടാവുക. ഓരോ പുതിയ ലേണിംഗ് ഉണ്ടാകുന്നതനുസരിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു വരിക. അങ്ങനെയാണ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നത് അല്ലെ. ഓരോ സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടാണ് കോൺഫിഡൻസ് കിടക്കുന്നത്. നമുക്ക് എന്താ പറയുന്നത്, സൈക്കിൾ ചവിട്ടാനായിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പം പഠിച്ച ഉടനെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ബൈക്ക് ഓടിക്കാനായിട്ട് പഠിച്ച ഉടനെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതേ കണക്ക് തന്നെ നമുക്ക് സ്വിമ്മിങ്ങിന് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഫിഡൻസ് ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അതിനകത്ത് ഒരു എന്താ പറയേണ്ടത്, കൂടുതൽ ആയിട്ടുള്ള അറിവ് നേടുന്ന അനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസും കൂടെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ ഇവിടെയും നമ്മുടെ ഈ ഓപ്പൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള കോൺഫിഡൻസ് നമുക്ക് ഡെയിലി വർദ്ധിപ്പിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ്. സോ ദിസ് ഇസ് വാട്ട് വി വിൽ ലേൺ ടുഡേ. നൗ ലെറ്റ് us see എങ്ങനെയാണ് നമ്മൾ എന്താ പറയേണ്ടത്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യാറുള്ള നമ്മുടെ ഡെയിലി ആക്ഷൻസ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. വാട്ട് വി ഡു എവറി ഡേ, അതിന്റെ എക്സാമ്പിൾസ് ഇതാ. ഒന്ന് നോക്കിയേ. ഐ ഗോ ടു വർക്ക്, ഷീ ഈറ്റ്സ് റൈസ്, ദേ പ്ലേ ക്രിക്കറ്റ്, വി സ്പീക്ക് മലയാളം. ഇതൊക്കെ ഏകദേശം നമ്മുടെ റുട്ടീൻ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ള ആ ഒരു രീതിയിൽ. ഇനി നമുക്ക് നോക്കാം, ഇത് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അത് പറയാൻ പോകുന്നതെന്ന് നോക്കാം. സി, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി വുഡ് സേ ഐ ആം സ്റ്റഡിങ്. നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി വുഡ് സേ, അല്ലെങ്കിൽ അയാൾ TV കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് പറയണം, ഐ വുഡ് സേ ഹി ഈസ് വാച്ചിങ് TV. ഷീ ഈസ് കുക്കിംഗ്, അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ലേണിംഗ്. അപ്പോ നിങ്ങളിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യു ആർ വാച്ചിങ് ദിസ് ലെസൺ അല്ലെ. സോ നിങ്ങൾക്ക് എന്താ പറയാം? ഐ ആം വാച്ചിങ് എ ലെസൺ ഓൺ യൂട്യൂബ്, അല്ലെങ്കിൽ ഐ ആം സ്റ്റഡിങ് റൈറ്റ് നൗ. അതാണ് നമുക്ക് എന്താ പറയേണ്ടത്, നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവൃത്തി എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസസ് ഇവിടെ കണ്ടില്ലേ? ശരിക്കും ആ ഒരു ടൈം വീണ്ടും കാണിക്കുന്നുണ്ടല്ലേ.
നമ്മൾ ഈ നോക്കിയ ആദ്യത്തെ സെറ്റ് ഓഫ് സെന്റൻസസിൽ ആക്ഷൻ നടക്കുന്നതായി കാണിക്കുന്നതേ ഇല്ല. ടൈമിന്റെ ഒരു ഇൻഡിക്കേഷൻ അവിടെ വരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാറുള്ള കാര്യങ്ങൾ എന്ന നിലയിലാണ് നമ്മൾ ആ ഒരു ക്രിയ അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ വേർഡിന്റെ പേര് ഉപയോഗിച്ച് നമ്മൾ അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. എന്നാ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ തുടർച്ചയെ കാണിക്കുന്നു. അതായത് ഇത് ഞാൻ മുന്നേ എപ്പോഴോ തുടങ്ങി, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനി ഒരു പക്ഷേ ഞാൻ ഭാവിയിലും ഇത് തന്നെ കുറച്ചു നേരവും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സമയം അത് മാത്രമാണ്. ഇത് എപ്പോ തുടങ്ങി എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടില്ല, ഇത് എപ്പോ അവസാനിക്കും എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടില്ല. പക്ഷേ ഇപ്പോ നിലവില് ഞാൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഈ സെന്റൻസിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇസും ആമും ആറും ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം അല്ലെ. ഐ അതിന്റെ കൂടെ ആം സ്റ്റഡിങ് എന്ന് പറയണം. കാരണം എന്റെ ഇപ്പോഴത്തെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഗതി അതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, എന്റെ അവസ്ഥ അതാണ്. അപ്പൊ ഐയുടെ കൂടെ അവിടെ ആം ചേർത്തിട്ട്, ഐയുടെ കൂടെ എപ്പോഴും ആം ആയിരിക്കും ചേർക്കുക. അതേപോലെ ഹിയോ ഷിയോ ആണെങ്കിൽ, കാരണം അത് സിംഗുലറാ. അതേപോലെ ഇറ്റ് എന്ന് പറയുന്ന വാക്കും സിംഗുലർ ആണ്. ആ സിംഗുലറിന്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വേർബ്, അതായത് ഇസ് നമ്മൾ ചേർക്കുക. ആൻഡ് ആ ഒരു ആക്ഷൻ വേർഡിന്റെ ആ പേരിനോടൊപ്പം ING എന്ന 3 അക്ഷരങ്ങള് ഇങ് എന്ന ആ ഒരു സൗണ്ട് ചേർത്തിട്ട് വാച്ചിനെ നമ്മൾ വാച്ചിങ് ആക്കി, കുക്കിനെ നമ്മൾ കുക്കിംഗ് ആക്കി, ലേണിനെ നമ്മൾ ലേണിംഗ് ആക്കി മാറ്റി. അപ്പൊ ദേ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൾക്കാരുള്ളത് കൊണ്ടാണ് അവിടെ ആർ ഉപയോഗിക്കുന്നത്. ദേ ആർ ലേണിംഗ്. അപ്പൊ ഇതാണ് ആ ഒരു ഡിഫറൻസസ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സാധാരണയായി ചെയ്യാറുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ 2 ടൈപ്പ് ഓഫ് സെന്റൻസസ് അല്ലെങ്കിൽ ഈ 2 ഉപയോഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് വളരെ വളരെ സിമ്പിളാണ്. ഈ ഒരു ഡിഫറൻസ് എപ്പോഴും കണ്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മളോട് തന്നെ ചോദിക്കുക, എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ സാധാരണ ചെയ്യാറുള്ള കാര്യമാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? വാട്ട് ആം ഐ ട്രൈങ് ടു സേ? അത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് ചിന്തിച്ച് നമ്മൾ പറയാം. ആദ്യം നമുക്ക് ഈ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 സെക്കൻഡ് പോകുന്നു, പിന്നെ നമ്മൾ ആ ഒരു സെന്റൻസ് ഫോം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 2-3 സെക്കൻഡ് അങ്ങനെ പോകുന്നു. ചിലപ്പോൾ നമുക്കൊരു ചെറിയ ഡിലേ ആദ്യം വന്നേക്കാം. പക്ഷേ വിത്ത് പ്രാക്ടീസ് യു ബിക്കം പെർഫെക്റ്റ് എന്നുള്ളതാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ആ ഒരു ഡിലേ ഇല്ലാതെ ഓൺ ദ സ്പോട്ട് ആ സെന്റൻസ് നിങ്ങളുടെ മനസ്സിൽ വരും. ആൻഡ് അഗെയിൻ ബി വെരി കെയർഫുൾ. മലയാളത്തിൽ ചിന്തിച്ചിട്ട് അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് ആ ക്ലാസ് നമ്മൾ ആദ്യം തന്നെ ചെയ്തത്. ഓക്കെ, സോ ആ ഒരു ഹാബിറ്റ് ഇപ്പൊ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ ആ ഒരു ഡിഫറൻസ് കണ്ടില്ലേ? ഐ ഈറ്റ് റൈസ്, ഇത് നമ്മൾ ഡെയിലി ചെയ്യാറുണ്ട് എന്ന നിലയിൽ പറയുമ്പം ഐ ഈറ്റ് റൈസ്. അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ആം ഈറ്റിംഗ് റൈസ്. ഷീ റീഡ്സ് ബുക്സ്, അവള് ബുക്ക് വായിക്കാറുണ്ട് അല്ലെ പുസ്തകം വായിക്കാറുണ്ട്. ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അപ്പൊ ഇവിടെ നോക്കുക, എന്താണ് ആ ഒരു ചേഞ്ച് വന്നേക്കുന്നത്? ആ ആക്ഷൻ വേർഡ് മാത്രം. അതായത് ഗ്രാമറിൽ നമ്മൾ വേർബ് എന്ന് പറയുന്നത് ആക്ഷൻ വേർഡ് മാത്രമാണ് അവിടെ ചേഞ്ച് ആകുന്നത്. ബാക്കി എല്ലാ വാക്കുകളും അതേപോലെ നിൽക്കുകയാണ്. ഈറ്റ് എന്നുള്ളത് മാറി ആം ഈറ്റിംഗ് ആയി. ഈ ആമും ഈറ്റിംഗ് കൂടെ ചേർന്നാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു ആക്ഷൻ വേർഡ് ആയി മാറുന്നത് ആ 2 വാക്കുകളും കൂടെ ചേർന്നിട്ടാണ്. ഈ ഐയുടെ കൂടെയല്ല ആം നിൽക്കുന്നത്, ഈറ്റിങ്ങിന്റെ കൂടെയാണ് ആം നിൽക്കുന്നത്. റൈറ്റ്. അതേപോലെ ഈ റീഡ് എന്നുള്ളത് മാറി ഷീ ഈസ് റീഡിങ് എ ബുക്ക് എന്നുള്ളതായി. അപ്പൊ ഇവിടെ ഷീ റീഡ്സ് ബുക്സ്, ഷീ റീഡ്സ് എ ബുക്ക് എന്ന് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഷീ റീഡ്സ് എ ബുക്ക്. ഓക്കെ, സെന്റൻസസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ഷീ റീഡ്സ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ പറയാം ഷീ റീഡ്സ് എ ബുക്ക്. അപ്പൊ എല്ലാ ദിവസവും അതേ ബുക്ക് തന്നെയാണ് വായിക്കാറുള്ളത്. പക്ഷെ ഏതാണ് ആ ബുക്ക് എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറയുന്നതിന് വേണ്ടി ഷീ റീഡ്സ് എ ബുക്ക് എവറി ഡേ ബട്ട് ഐ ഡോണ്ട് നോ വിച്ച് ബുക്ക് ഷീ ഈസ് റീഡിങ് അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയേണ്ടത് പറയാം. റീഡ്സിന്റെ കൂടെ എ ബുക്ക് വന്നാലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സോ ദിസ് ഇസ് റിയലി വെരി വെരി സിമ്പിൾ. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ, നിങ്ങളുടെ നോട്ട്സിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. സി ദിസ് ഇസ് വെരി സിമ്പിൾ, എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ബിക്കോസ് വി ടെൻഡ് ടു മേക്ക് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് അറൌണ്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും സാധാരണയായി നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ.
ഇതിനി കഴിഞ്ഞു പോയ രീതിയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ഇനി ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്കത് നോക്കാം. ഓക്കെ, സോ ഇനി അടുത്ത നമ്മൾ കടക്കുന്നത് നമ്മുടെ ചുറ്റാകെയുള്ള സാധനങ്ങളെ കുറിച്ച് ടോക്ക് അബൌട്ട് തിങ്സ് അറൌണ്ട് അസ് എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. ഇപ്പം ഇത് ഒരു ക്ലാസ്, ഇതിനെക്കുറിച്ച് നമുക്ക് വിവരിക്കണം. തുടക്കത്തിൽ ഞാൻ ചെറിയൊരു ഐഡിയ തന്നിരുന്ന് എങ്ങനെ നമുക്കത് സംസാരിക്കാം എന്നാണ്. അപ്പം നമ്മുടെ ചുറ്റാകെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ അല്ല, ഏതൊരു ലാംഗ്വേജിന്റെ ആയിരുന്നാലും അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ്. അപ്പൊ ഈ ഒരു എന്താ പറയേണ്ടത് രീതി നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വീടിനെ കുറിച്ച് സംസാരിക്കാം, നമ്മുടെ ബിലോങ്ങിങ്സ്, നമ്മുടെ സാധനങ്ങളെ കുറിച്ച് സംസാരിക്കാം, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് സംസാരിക്കാം, നമ്മൾ കാണുന്ന ഏതൊരു സാധനത്തിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നമ്മുടെ ചുറ്റാകെ കാണുന്ന ഓരോ സാധനങ്ങളെയും അല്ലെങ്കിൽ ഏതൊരു സാധനത്തെയും വളരെ സിമ്പിൾ ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള എന്താ പറയേണ്ടത് വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഇതിന് നമ്മൾ കടിച്ചാ പൊട്ടാത്ത വളരെ ടഫായിട്ടുള്ള വേർഡ്സ് ഒന്നും നമ്മൾ ഡിക്ഷണറി നോക്കി കൊണ്ടുവരണ്ട. ഓൾറെഡി നമ്മളിലുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ തുടങ്ങിയാൽ മതി. അപ്പോ ഈ സാധനങ്ങളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നമ്മൾ അവിടെ പറയുന്നത്? ഒരുപക്ഷെ നമ്മൾ അതിന്റെ സൈസിനെ കുറിച്ച് പറയും അല്ലേ. അപ്പൊ സൈസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? ബിഗ്, സ്മോൾ, ടോൾ, ടൈനി, ഷോർട്ട്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം അല്ലെ സൈസിനെ കുറിച്ച് പറയാൻ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വാക്കുകൾ തന്നെയല്ലേ. അതേപോലെ കളറിനെ കുറിച്ച് പറയാനോ നമുക്കറിയാം. റെയിൻബോ കളേഴ്സ് എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് കളേഴ്സ് എന്നും കളേഴ്സിന്റെ പേര് എന്തൊക്കെയാണെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. അതേപോലെ ഷേപ്പുകളും നമുക്കറിയാം. ഒരു പക്ഷേ റൗണ്ട് ആയിരിക്കാം, സ്ക്വയർ ആയിരിക്കാം, റെക്ടാങ്കിൾ ആയിരിക്കാം, ഫ്ലാറ്റ് ആയിരിക്കാം, റേസ്ഡ് ആയിരിക്കാം, കർവ്ഡ് ആയിരിക്കാം. ഇങ്ങനെ പല വാക്കുകൾ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ആ ഷേപ്പിനെ കുറിച്ച് പറയാം. ഇനി അതിന്റെ അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷനെ കുറിച്ച് നമുക്ക് പറയാം. ഒരു പക്ഷേ ന്യൂ, പുതിയത്, ഓൾഡ്, പഴയത്, ബ്രോക്കൺ, അത് കേടായതെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം രണ്ടായിട്ട് ഒടിഞ്ഞു എന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. അത് എന്താ പറയേണ്ടത്, അത് സാഹചര്യം അനുസരിച്ച് ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഒടിഞ്ഞു, ഹി ബ്രോക്ക് എ സ്റ്റിക്ക്, അവൻ ആ സ്റ്റിക്ക് എടുത്ത് രണ്ടായിട്ട് ഒടിഞ്ഞു. നമുക്ക് ഇങ്ങനെയും പറയാം, മൈ കാർ ഇസ് ബ്രോക്കൺ. മൈ കാർ ഇസ് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ കാർ രണ്ടായിട്ട് ഒടിഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം വരുന്നത് എന്റെ കാറ് തകരാറായി, കേടായി, ഇനി അതൊരു ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യണം എന്നുള്ളത്. അതേപോലെ കണ്ടീഷൻ, ക്ലീൻ ആണോ ഡേർട്ടി ആണോ. ക്ലീനിന്റെ ഓപ്പോസിറ്റ് ആണ് ഡേർട്ടി എന്ന് പറയുന്നത്. ഇനി അതെന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, പ്ലാസ്റ്റിക് ആണ്, തടിയാണ്, മെറ്റൽ ആണ്, ഗ്ലാസ് ആണ്, തടിക്കാണ് വുഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം സിമ്പിൾ വേർഡ്സ്, സിമ്പിൾ വൊക്കാബുലറി, നത്തിങ് ഓഫ് ദിസ് ഇസ് ന്യൂ ടു യു അല്ലെ. ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി പേപ്പർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ യു നോ അത് പേപ്പർ ആണ്, ക്ലോത്ത് ആണെങ്കിൽ തുണിയാണെന്നുള്ളതും നമുക്കറിയാം. ഓക്കെ, അപ്പോ ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് സെന്റൻസസ് ബിൽഡ് ചെയ്യാനായിട്ട് പോവുക? അതാണ് ഇനി അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഡിസ്ക്രൈബിങ്ങിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആ ഒരു ഇസ് എന്നൊക്കെയുള്ള വാക്കുകൾക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ആൻഡ് മറ്റൊരു സംഗതി കൂടെ നോക്കുക, നമ്മളൊരു സാധനത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ നിലവിലെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇസ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില അവസരങ്ങളിൽ നമ്മൾ പറയാം, ഞാനിത് വാങ്ങിയ സമയത്ത് ഇത് മഞ്ഞ കളറായിരുന്നു, ഇപ്പൊ ഉപയോഗിച്ച് അതിന്റെ കളറ് എല്ലാം അങ്ങ് ഫേഡായി പോയി എന്നൊക്കെ നമുക്ക് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇസും വാസും, വെൻ ഐ ബോട്ട് ഇറ്റ് ഇറ്റ് വാസ് യെല്ലോ ഇൻ കളർ, ഞാൻ വാങ്ങിച്ചപ്പം അത് യെല്ലോ കളർ ആയിരുന്നു, നൗ ഇറ്റ് ലുക്സ് സോർട്ട് ഓഫ് ബ്ലാക്ക് ഇൻ കളർ, കാരണം അതിന്റെ യെല്ലോ കളർ പോയി എന്നുള്ളതാണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കി ഈ ഒരു എക്സാമ്പിൾ, നമ്മൾ ഇവിടെ ഒരു ബാഗിനെ കുറിച്ച് പറയാം. എന്തൊക്കെ വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്? റെഡ് ആണെന്ന് പറയുന്നുണ്ട്, ബിഗ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ ചുവന്ന നിറത്തിലെ ബാഗ് ആണെന്നാണ് പറയുന്നത്. ദിസ് ഇസ് എ ബിഗ് റെഡ് ബാഗ്. ഇതിനകത്തും
എന്താ പറയണ്ട, ഈ സെന്റൻസസിന്റെ ഒക്കെ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ വിച്ച് വി വിൽ ഡു, ഒരു പക്ഷേ അത് അടുത്ത ലെവലിലായിരിക്കും നമ്മളത് ചെയ്യുക. ഈ ഒരു ബേസിക് ലെവലിൽ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. കാരണം ഈ ബിഗ് എന്നുള്ള വാക്കാണോ കളറിനേക്കാളും മുന്നേ വരേണ്ടത്, അതോ കളറാണോ ആദ്യം വരേണ്ടത്? ഇപ്പൊ വേർഡ് ഓർഡർ അതിനകത്തൊരു ഒരു 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 പ്രശ്നമായിട്ട് വരുന്നത്. വി വിൽ സ്റ്റഡി ദറ്റ് ലേറ്റർ. ഇപ്പം നമുക്ക് ദിസ് ഇസ് എ ബിഗ് റെഡ് ബാഗ് എന്നോ ദിസ് ഇസ് എ റെഡ് ബാഗ് ദറ്റ് ഇസ് ബിഗ് എന്നോ ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, മറ്റൊന്ന് നോക്കിയേ, ഒരു ടേബിളിനെ കുറിച്ച് പറയാം. ദിസ് ഇസ് എ സ്മോൾ വുഡൻ ടേബിൾ. ഇതൊരു ചെറിയ മരം കൊണ്ടുണ്ടാക്കിയ ടേബിൾ ആണെന്നാണ് പറയുന്നത് അല്ലെ. ദിസ് ഇസ് എ സ്മോൾ വുഡൻ ടേബിൾ. ഇനി മൈ ഫോൺ ഇസ് ബ്ലാക്ക് ആൻഡ് ന്യൂ. എല്ലാം നോക്ക്, വാക്കുകള് ആ സെന്റൻസിന്റെ സ്ട്രക്ചർ കൊണ്ടുവരുന്ന വാക്കുകൾ അതേ കണക്ക് നിൽക്കുക. ദീസ് ഷൂസ് ആർ ഓൾഡ് ബട്ട് ക്ലീൻ. സി, ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഈ ബട്ട് ഉപയോഗിച്ച്? കാരണം ഈ ബട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പൊ ഈ ഷൂസ് ഓൾഡ് ആണ് എന്ന് പറയുമ്പോ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ വരും, ഓ പഴയതാണ്, അപ്പൊ അത് അഴുക്കായിരിക്കും, ഡേർട്ടി ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, ഇത് ഓൾഡ് ആണ് പക്ഷേ അത് ഭയങ്കര ക്ലീൻ ആ എന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. സോ ദീസ് ഷൂസ് ആർ ഓൾഡ് ബട്ട് ക്ലീൻ. ഇനി ദാറ്റ് ബോട്ടിൽ ഇസ് മെയ്ഡ് ഓഫ് ഗ്ലാസ്. ആ കുപ്പി ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഗ്ലാസ് എന്ന് പറയുന്ന സംഗതി എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗ്ലാസ് കൊണ്ട്. ദിസ് ഗ്ലാസ് ഇസ് മെയ്ഡ് ഓഫ് ഗ്ലാസ്. അപ്പൊ നമ്മൾ ഗ്ലാസ് എന്ന് സാധാരണഗതിയിൽ നമ്മൾ അങ്ങ് പറഞ്ഞു പോകുന്നു. പക്ഷെ അതിന് മറ്റ് പല വാക്കുകളുണ്ട്. അതിന് നമുക്ക് പറയാനായിട്ട് ടംബ്ലർ എന്നൊക്കെ നമുക്ക് അതിനെ പറയാം, മറ്റ് വാക്കുകളുണ്ട്. അപ്പൊ നമ്മളാണ് അതിനെ ഗ്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പം ഈസി ആയിട്ട് തോന്നുന്നില്ലേ? നമുക്ക് നമ്മുടെ ചുറ്റാകെയുള്ള സംഗതികൾ ഇപ്പൊ തന്നെ നിലവില് നിങ്ങൾ ഒരു എന്താ പറയേണ്ടത്, നിങ്ങളുടെ മുന്നിൽ ഒരു പേന ഇരിപ്പുണ്ടെങ്കിൽ ആ പേന എടുത്തിട്ട് ആ പേനയെ ഒന്ന് വിവരിക്കാനായിട്ട് ശ്രമിച്ചേ. ആ പേനയുടെ കളർ ഒന്ന് പറയുക. ദിസ് പെൻ ഈസ് ബ്ലൂ ഇൻ കളർ. ഇനി ആ പേന എന്ന് വാങ്ങിച്ചു എന്ന് പറയുക. ഐ ബോട്ട് ദിസ് യെസ്റ്റർഡേ. ഇനി എന്താ പറയേണ്ടത്, അത് റീഫിൽ ഉള്ള പേനയാണോ മഷി ഒഴിക്കുന്ന പേനയാണോ? ദിസ് പെൻ യൂസസ് എ റീഫിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പോ ഇതേപോലെയുള്ള ഒരുപാടധികം സെന്റൻസസ് നിങ്ങളുടെ നോട്ട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ട് നമുക്ക് ആ സാധനത്തിന്റെ പേര് മാത്രമേ അവിടെ മാറത്തുള്ളൂ. അതാണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്കൊരു കസേരയെ കുറിച്ച് പറയാനായിട്ടാ. ദിസ് ഇസ് എ ബിഗ് റെഡ് ബാഗ് എന്നുള്ളത് മാറ്റിയിട്ട് ചെയർ എന്ന് പറയാം. ഇതൊരു വലിയ ചുവന്ന നിറത്തിലുള്ള ഒരു കസേരയാണ്. ദിസ് ഇസ് എ ബിഗ് ബ്ലാക്ക് ബോട്ടിൽ. ആ ബിഗ് മാറ്റിയിട്ട് ദിസ് ഇസ് എ സ്മോൾ ടംബ്ലർ പറഞ്ഞൂടെ. അപ്പൊ സി, സെന്റൻസ് ബേസിക്കലി അതിന്റെ സ്ട്രക്ചറിൽ വരുന്ന വാക്കുകൾ, അതായത് ദിസ് ഈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എന്ന് പറയുന്നത്, ഇവിടെ മൈ ഫോൺ ഈസ് എന്ന് പറയുന്നത്, ദീസ് ഷൂസ്, ദാറ്റ് ബോട്ടിൽ, അതാണ് ആ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതേ കണക്ക് നിൽക്കുക. നമുക്ക് വാക്കുകൾക്ക് വല്ല പഞ്ഞവും ഇവിടെ വരുന്നുണ്ടോ? നമ്മുടെ കയ്യിലുള്ള നമുക്കറിയാവുന്ന വാക്കുകൾ തന്നെയല്ലേ നമ്മൾ എടുത്ത് ഇവിടെ പ്രയോഗിക്കുന്നത്. പുതിയ വാക്കുകളുടെ ഒന്നും ആവശ്യം നമുക്ക് ഈ ഒരു ബിഗിനിങ് ലെവലിൽ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഡിസ്ക്രൈബ് ചെയ്യാൻ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ ചുറ്റാകെയുള്ള മിനിമം ഒരു പേനയെങ്കിലും എടുത്തു വെച്ച് നമ്മൾ നല്ലതുപോലെ ഡിസ്ക്രൈബ് ചെയ്യാൻ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ലേൺഡ് എ ലോട്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്കിത് ഷോപ്സിൽ പോകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ട്രാവൽ സമയത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്തോ ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരും. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് അതേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഈവൻ ഇഫ് യു ഫൊർഗെറ്റ് ദി എക്സാക്ട് വേർഡ്. നമ്മൾ ആ ഒരു എക്സാക്ട് വേർഡ് അതിൻ്റെ നമ്മൾ മറന്നു പോയാൽ പോലും നമുക്ക് അതിനെ വിവരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് കുറെ കൂടെ എന്താ പറയേണ്ടത്, നമ്മൾ കമ്പീറ്റന്റ് ആണ് ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മുടെ ആ ഒരു 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 ഉപയോഗിക്കാനുള്ള ഒരു ശേഷി നമുക്ക് ഒത്തിരി അധികം വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇന്നത്തെ പ്രാക്ടീസിന്റെ കാര്യവും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരട്ടെ. ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന് ആദ്യം റൈറ്റ് ഓർ സേ, പറഞ്ഞ് വോയിസ് ഇടുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്യുക.
3 things that you do every day. എല്ലാ ദിവസവും ചെയ്യാറുള്ളത്. എന്നിട്ട് അതേ 3 കാര്യങ്ങൾ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുക. അതേപോലെ നിങ്ങളുടെ ചുറ്റാകെയുള്ള എന്തെങ്കിലും 3 സാധനങ്ങൾ എടുക്കുക, എന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അതിന്റെ സൈസിനെ കുറിച്ച് പറയാം, അതിന്റെ കളറിനെ കുറിച്ച് പറയാം, അത് എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സോ ഈ പ്രാക്ടീസിലൂടെയാണ് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കാനായിട്ട് പോകുന്നത്. സംസാരിക്കുമ്പോൾ നമ്മളൊരു ഭയമില്ലാതെ സംസാരിക്കുക. അത് പെർഫെക്റ്റ് ആക്കിയിട്ട് പറയാൻ നിൽക്കണമെന്നില്ല. നമ്മൾ പഠിക്കുന്നതനുസരിച്ച് നമ്മൾ പറയുന്നതനുസരിച്ച് അത് പെർഫെക്റ്റ് ആയിക്കോളും. ആൻഡ് യൂസ് വെരി സിമ്പിൾ വേർഡ്സ് ഫോർ എവറി ഡേ പ്രാക്ടീസ്. ഡോണ്ട് ഗോ ആഫ്റ്റർ കോംപ്ലിക്കേറ്റഡ് വേർഡ്സ്. സിമ്പിൾ വേർഡ്സ് ഉപയോഗിക്കുക. കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് നമ്മൾ പഠിക്കും. ആൻഡ് ദ മോർ യു പ്രാക്ടീസ് ദ ബെറ്റർ യു വിൽ സ്പീക്ക്. അപ്പൊ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്കും ഞാൻ എന്താ പറയേണ്ടത്, നേരത്തെ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ നോട്ട്സ് ഉണ്ട് എന്നുള്ളത്. ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവര് ആ വീഡിയോസ് കാണുക. ദിസ് ഇസ് ഡേ 4, അതായത് ഇത് 4ാമത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നേ 3 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് ഈ 4ാമത്തെ വീഡിയോയിലേക്ക് വരിക. കാരണം ആ ഒരു സീക്വൻസിൽ കണ്ട് അതിന്റെ ആ ഒരു പ്രാക്ടീസ് ചെയ്യുക. ഒത്തിരി അധികം ഫീസ് ഒന്നും കൊടുത്ത് പഠിക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു ബേസിക് ലെവൽ തരണം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. So thank you very much for watching this lesson and you have a great day ahead. This is Sebastian. See you tomorrow with a new class.